മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഏപ്രിൽ 22 ബുധൻ. വെടിക്കെട്ട് ദുരന്തങ്ങൾ ഓരോന്നും നാടിന്റെ ഉള്ളുലക്കുമ്പോഴും ഇത്തരം മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് വിലപ്പെട്ട ജീവനുകളെ രക്ഷപ്പെടുത്താൻ നമുക്കിനിയും കഴിയാതെ പോകുന്നത് എന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പൊട്ടിത്തെറി ദുരന്തങ്ങൾ കണ്ണു തുറപ്പിച്ചെങ്കിൽ. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന 5 നിർമ്മാണപ്പുരകളിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 13 പേർ ദാരുണ മൃത്യുവിനിരയായത് അതീവ ദുഃഖകരമാണ്. തിരുവമ്പാടി ദേവസ്വം ബോർഡിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന തൃശൂരിലെ മുണ്ടത്തിക്കോടുള്ള പടക്കപ്പുരകളിലാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് പൊട്ടിത്തെറി ദുരന്തമുണ്ടായത്. ഏപ്രിൽ 24 നടക്കേണ്ട തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള പടക്കക്കോപ്പുകൾ നിർമ്മിച്ചിരുന്ന പുരകളിലായിരുന്നു സ്ഫോടനം. കേരളത്തിൽ ആവർത്തിക്കുന്ന വെടിക്കെട്ട് ദുരന്തങ്ങൾ ഓരോന്നും നാടിന്റെ ഉള്ളുലയ്ക്കുമ്പോഴും മനുഷ്യനിർമ്മിതമായ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യജീവനുകളെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് എന്ത് എന്ന ചിന്തയാണ് നമ്മുടെ മനുഷ്യത്വത്തെ തൊട്ടുണർത്തേണ്ടത്. ആചാരങ്ങളുടെ ആഘോഷത്തിന് ആകാശ വിസ്മയങ്ങൾ തീർക്കാനുള്ള ആവേശത്തിൽ ജീവൻ പൊലിയുന്ന ദാരുണാവസ്ഥകൾക്ക് അന്ത്യം കുറിക്കാനുള്ള അവസാനത്തെ അവസരമായി ഇതു മാറിയെങ്കിൽ എന്ന് നിരാശാപൂർവം ആഗ്രഹിക്കാനേ കഴിയൂ. തമിഴ്നാട്ടിലെ വിരുദുനഗർ കട്ടനാർപട്ടിയിൽ 25 പേരുടെ ദാരുണ മരണത്തിനിടയാക്കിയ വെടിക്കെട്ട് ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പെയാണ് കേരളം അതിലും ഹൃദയഭേദകമായ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പുറ്റിങ്ങലിൽ 110 പേരുടെ ജീവനെടുത്ത കമ്പപ്പുരയിലെ പൊട്ടിത്തെറി ദുരന്തത്തിന്റെ 10ാം വാർഷികം കഴിഞ്ഞ ഏപ്രിൽ 10 പിന്നിട്ടിട്ടേയുള്ളൂ. 2 ആഴ്ച മുമ്പേ കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലത്തിനടുത്ത കുരിക്കത്തൂരിൽ പടക്ക നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിയുണ്ടായി 2 പേർ മരണപ്പെട്ടിരുന്നു. ഓരോ ദുരന്തത്തിലും അന്വേഷണങ്ങൾ ചെന്നെത്താറുള്ളത് ഒരേ കണ്ടെത്തലിലാണ്: മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയില്ല എന്ന അലംഭാവത്തിന്റെ അപരാധത്തിലേക്ക്. പുറ്റിങ്ങൽ അപകടവുമായി ബന്ധപ്പെട്ട് അന്നുയർന്ന ആക്ഷേപങ്ങളിലൊന്ന് അധികൃതരുടെ തീരുമാനങ്ങളെ മറികടന്നു എന്നായിരുന്നു. പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന മത്സര വെടിക്കെട്ട് അപകട സാധ്യതയുള്ളതിനാൽ വിലക്കണം എന്ന് ആവശ്യമുയരുകയും ആദ്യം അധികൃതർ അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ആചാരത്തിന്റെ ഭാഗമായി വെടിക്കെട്ട് വേണം എന്ന സമ്മർദ്ദം മുറുകിയതോടെ വാദവിവാദങ്ങൾക്കൊടുവിൽ വെടിക്കെട്ട് തുടരുകയായിരുന്നു. മത്സരത്തിനിടെ പൊട്ടിത്തെറിച്ച വെടിക്കെട്ട് സാധനങ്ങൾ കമ്പപ്പുരയിലേക്ക് തെറിച്ചു വീണതാണ് അന്ന് പുറ്റിങ്ങലിലെ ഭീകര ദുരന്തത്തിന് ഹേതുവായത്. പൊട്ടിത്തെറിയിൽ ക്ഷേത്രത്തിന്റെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പോലും തകർന്നു വീണു. വലിയ ജീവാപായത്തിന് പുറമെ 700ഓളം പേർ സാരമായ പരിക്കേറ്റ് ശിഷ്ടജീവിതത്തിൽ ദുരിതം തിന്നുകഴിയേണ്ട ദുരവസ്ഥയിലുമായി. തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നുവന്നതാണെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പൂരത്തിന്റെ പ്രധാന ആകർഷണം തന്നെ വെടിക്കെട്ടാണ്. എന്നാൽ അത്ര തന്നെ നിർബന്ധമാണ് അത് ആളപായത്തിനിടയാക്കിക്കൂടാ എന്നത്. നിർമ്മാണശാലകളിൽ രാസവസ്തുക്കളും മറ്റ് അസംസ്കൃത വസ്തുക്കളും സൂക്ഷിക്കുന്നതിനും പടക്കങ്ങൾ നിർമ്മിക്കുന്നതിനുമൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സൂക്ഷ്മ രീതികളുണ്ട്. എന്നാൽ ഇതെല്ലാം കടലാസിനപ്പുറം കടക്കാത്ത അധികൃതരുടെ നിസ്സംഗ സമീപനത്തിൽ നിന്നാണ് നിയമം കാറ്റിൽ പറത്താനുള്ള വഴിയൊരുങ്ങുന്നത്. വേനൽക്കാലത്ത് പടക്കമുണ്ടാക്കുമ്പോൾ രാസവസ്തുക്കൾ കൂട്ടിച്ചേർക്കുന്നതിന് കനത്ത ജാഗ്രത പുലർത്തണം. വെടിക്കെട്ട് സാമഗ്രികളുടെ ഗുണനിലവാരക്കുറവും ആൾക്കൂട്ടവും വെടിക്കെട്ട് പുരയും തമ്മിലുള്ള അകലം പാലിക്കാത്തതുമൊക്കെ ദുരന്തങ്ങളുടെ തീവ്രത കൂട്ടുമെന്ന് ഏവർക്കും അറിയാം. എന്നാൽ ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങളൊക്കെ വൃഥാവിലാകുന്നതാണ് അനുഭവം. ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി വേണം പടക്കപ്പുരകളും നിർമ്മാണ മുറികളും സജ്ജീകരിക്കാൻ. മുറികൾ ജോലിക്കാരെയും സ്ഫോടനശേഷിയുള്ള സാധന സാമഗ്രികളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിസ്താരമുള്ളതായിരിക്കണം. വിരുദുനഗറിലെ ദുരന്തം അന്വേഷിച്ചെത്തിയവർക്ക് കാണാൻ കഴിഞ്ഞത് ഈ പ്രാഥമിക മാനദണ്ഡങ്ങൾ പോലും പാലിക്കാത്ത നിർമ്മാണപുരയും നിർമ്മാണ രീതികളുമാണ്. ഏപ്രിൽ ആദ്യവാരത്തിൽ കോഴിക്കോട് കുന്ദമംഗലത്ത് ദുരന്തം നടന്നത് വീടിനുള്ളിലെ പടക്ക നിർമ്മാണത്തിനിടെയാണ്. മുണ്ടത്തിക്കോട്ടെ നിർമ്മാണപുരകളിലേക്കുള്ള വഴി ഇടുങ്ങിയതായതിനാൽ അഗ്നിശമന സേനയ്ക്ക് അനായാസകരമായി അവിടെ എത്തിച്ചേരാനായില്ല എന്ന് പറയുന്നുണ്ട്. മുണ്ടത്തിക്കോട് മരണമടഞ്ഞവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീരുപചാരം അർപ്പിക്കുന്നതോടൊപ്പം ഈ ദുരന്തം കേരളത്തിന്റെ കണ്ണു തുറപ്പിച്ചെങ്കിൽ എന്ന് ആശിക്കുകയാണ്. ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും
മനുഷ്യജീവൻ അപായപ്പെടുത്താനിടയുള്ള രീതി തന്നെ തുടരണോ എന്ന കാര്യത്തിൽ ഒരു വീണ്ടുവിചാരം വേണമെന്നു തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ വിളിച്ചു പറയുന്നത്. അപകടങ്ങളിൽ ഞെട്ടിയുണർന്ന് അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും ശിപാർശകളും നിർദ്ദേശങ്ങളും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പതിവ് തന്നെ ആവർത്തിച്ചതുകൊണ്ടായില്ല. ഇത്തരം ആൾക്കൂട്ട ദുരന്തങ്ങൾ നമ്മുടെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കുറ്റമറ്റ സുരക്ഷാ സംവിധാനങ്ങളും നിയമപാലനവും ഉറപ്പുവരുത്താൻ ഇനിയെങ്കിലും കഴിയേണ്ടതുണ്ട്. മാധ്യമം പോഡ്കാസ്റ്റ്.